പണം കൊടുത്തു, ഹമാസ് ഈ പലസ്തീനിലെ പാവപ്പെട്ട ജനത സൗകര്യത്തോടു കൂടി ജീവിക്കട്ടെ എന്ന്. ആ പണം ഉപയോഗിച്ച് അവർ തീവ്രവാദികളായി മാറി. അവർ തീവ്രവാദത്തിന്, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ അവരുടെ ഭാര്യമാർ ഉപയോഗിക്കുന്ന ബാഗിന്റെ വില 24 ലക്ഷം രൂപ, അങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഹലാൽ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഇവര് ഉണ്ടാക്കുന്ന പണം, പല രൂപത്തിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് പിരിച്ചെടുക്കുന്ന പണമെല്ലാം ഇവര് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സർ എന്തായിരുന്നാലും അതിൽ നിന്നും മാറി ചിന്തിക്കാൻ തയ്യാറായി. എന്തൊക്കെയാണ് സാറിന്റെ പ്രോഡക്റ്റുകൾ? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ട്രേഡ് മാർക്ക് എടുത്തിരിക്കുന്നത് പല പ്രോഡക്ട്സിനും അതുപോലെ തന്നെ സർവീസസിനും ഉണ്ട്. അപ്പൊ അതില് നോൺ ഹലാൽ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈസൻസ് കൊടുക്കാം. നോൺ ഹലാൽ റെസ്റ്റോറൻറ്റ്സിനുള്ള ട്രേഡ് മാർക്ക് എന്റെ കമ്പനിക്കാണുള്ളത്. അപ്പൊ നോൺ ഹലാൽ ഹോട്ടൽ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവർക്ക് ഈ ലൈസൻസ് എനിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഫസ്റ്റ്. രണ്ടാമത്തത്, ഫ്രഷ് മീറ്റ്, ഇറച്ചി, ഫിഷ്, ഇങ്ങനെയുള്ള സ്റ്റാളുകൾ, അതിനും ഉള്ള ട്രേഡ് മാർക്ക് നമുക്കുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലീഗലായിട്ട് ബോർഡ് വെച്ച് സർട്ടിഫിക്കറ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവർക്ക് ആ സ്ഥാപനം നടത്താൻ പറ്റും. അവരെ ആർക്കും തടയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള റെഗുലേഷൻസ്, ഷോപ്പ് കീപ്പേഴ്സ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഈ കാര്യം പറഞ്ഞ്, നോൺ ഹലാൽ കാര്യം പറഞ്ഞ് ആർക്കും അവരെ ഉപദ്രവിക്കാനോ തടയാനോ പറ്റില്ല. ഇത് രണ്ട് സർവീസുകളാണ്. ഇതല്ലാതെ നമുക്ക് 3-4 റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഒന്ന് സ്കിൻ കെയർ, ഹെയർ കെയർ, പിന്നെ ഫുഡ് പ്രോഡക്ട്സ്. അപ്പൊ സ്കിൻ കെയറിൽ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയുർവേദിക് സോപ്സ് ഉണ്ട്. അതേണ്ട 40 ടൈപ്പാണ്. അതിൽ തന്നെയും മെയിനായിട്ട് ആയുർവേദിക് ഹാൻഡ് മെയ്ഡ് ട്രാൻസ്പാരന്റും നോൺ ട്രാൻസ്പാരന്റും സോപ്സ് ഉണ്ട്. പിന്നെ കൗ ഗീ സോപ്പ് ഉണ്ട്. പിന്നെ ചാർക്കോൾ സോപ്പ് ഉണ്ട്. ഇതിനകത്തൊന്നും കെമിക്കൽസ് ഇല്ല, പാരഫൻ ഇല്ല, സൾഫേറ്റ്സ് ഇല്ല. നമ്മളുടെ തൊലിക്ക് യാതൊരു ദോഷവും വരത്തില്ല. ഇത് കൂടാതെ ഈ സൊറിയാസിസിനും എക്സിമയ്ക്കും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് സോപ്പ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ചില പ്രത്യേക സ്കിൻ ടൈപ്സിന്, ഡ്രൈ സ്കിൻ, അങ്ങനെയുള്ളതിനും സോപ്സ് ഉണ്ട്. ഇതാണ് സോപ്പ് റേഞ്ചസ്. ഇത് കൂടാതെ ഷവർ ജെൽ ആൻഡ് ഫേസ് വാഷ്, ഇതെല്ലാം ആയുർവേദിക് ഹാൻഡ് മെയ്ഡ് ആണ്. പിന്നെ ഷാംപൂസ്, ആയുർവേദിക് ഹാൻഡ് മെയ്ഡ് ഷാംപൂ ഉണ്ട്, ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഉണ്ട്, പിന്നെ ആന്റി ലൈസ് ഷാംപൂ ഉണ്ട്, ആന്റി ലൈസ് ഓയിൽ ഉണ്ട്. അപ്പൊ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ പെയിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആയുർവേദിക് ആണ്, ഇതിനകത്ത് ഹാൻഡ് മെയ്ഡ് ആണ്, ഇതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇത് കൂടാതെ ഓയിൽ, മുടിയുടെ നറിഷ്മെന്റ്, വിറ്റാമിൻ ഇ ഓയിൽസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഹെന്ന, ആയുർവേദിക് ഹെന്ന, സോറി നാച്ചുറൽ ഹെന്ന, കെമിക്കൽ ഇല്ലാത്ത ഹെന്ന. സർ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് 2 വർഷം ഓൾമോസ്റ്റ് ആകാൻ പോകുന്നു. കാരണം ഈ നോൺ ഹലാലിന്റെ പ്രശ്നം ചൂടായി വരുന്നത് 20കളിലാണ്. അതിനു മുമ്പ് ഉണ്ടെങ്കിലും അത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് അത് എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കൂടാതെ നമ്മളുടെ കയ്യില് പ്യുവർ സർബത്ത് കോൺസെൻട്രേറ്റ്സ് ഉണ്ട്. ജിഞ്ചർ സർബത്ത്, ലെമൺ സർബത്ത്, ഈ റോസ് സർബത്ത്, ഇങ്ങനെ 9 ടൈപ്പ് സർബത്ത് ഉണ്ട്. നെല്ലിക്ക സർബത്ത്, ഇത് കൂടാതെ നെല്ലിക്ക ജ്യൂസ്, അലോവേറ ജ്യൂസ്, പിന്നെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന പ്യുവർ കുങ്കുമപ്പൂ, സാഫ്രൺ, ഡയറക്റ്റ് ഫാമിൽ നിന്നാണ് വരുന്നത്. ഇടത്തക്കാരില്ല, ഡയറക്റ്റ് ഫാർമറുടെ നിന്നാണ് എടുക്കുന്നത്. കാട്ടിൽ നിന്നുള്ള തേൻ, ഫോറസ്റ്റ് ഹണി. ഇത് കൂടാതെ നമ്മളെ നാട്ടിൽ നിന്നുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ, ഉണ്ടാക്കുന്നതല്ല,
ഇത് തേങ്ങാ പാലിൽ നിന്നുണ്ടാക്കുന്ന അത് 2 തരമുണ്ട്. ഹോട്ട് പ്രോസസ്ഡും കോൾഡ് പ്രോസസ്ഡും ഉണ്ട്. വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഹോട്ട് പ്രോസസ്ഡ് ആണ്, 99% ശുദ്ധമാണത്. പിന്നെ കോൾഡ് പ്രോസസ്ഡ് ഉണ്ട്, അതും പാലിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് ഇത് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. പിന്നെ റാഗി പ്രോഡക്ട്സ് ഉണ്ട്, റെഡി ടു ഈറ്റ് റാഗി മാൾട്ട്. അത് സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയതാണത്. അത് കൂടാതെ എനർജി ബൂസ്റ്റ് റാഗിയുടെ പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ സ്പ്രൗട്ടഡ് നമ്മൾ കുരുപ്പിച്ച റാഗി മില്ലറ്റ്സിന്റെ ഒക്കെ പ്രോഡക്ട്സ് ഉണ്ട്. ഇത്രയാണ് ആസ് ഓഫ് നൗ മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ചെറുകിട സംരംഭകരെയും സ്ത്രീകളെയുമാണ്. നമുക്ക് ഈ പ്രോഡക്ട്സ് തരുന്നതിൽ മിക്കവാറും എല്ലാം സ്ത്രീ എന്റർപ്രണേഴ്സ് ആണ്, ബിസിനസ്സുകാരാണ്. അപ്പൊ അവര് ലോക്കലായിട്ട് ഇപ്പൊ തൃശ്ശൂർ ഉണ്ടാക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് നമ്മളെ നോൺ ഹലാൽ .in വെബ്സൈറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൃശ്ശൂരിലെ ഒരു ചെറിയ ഒരു സംരംഭകയുടെ പ്രോഡക്റ്റ് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ല കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോഡക്ട്സ് തരുന്നവരെല്ലാം നമ്മളോട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലാത്തവരുടെയും നമ്മൾ പ്രോഡക്ട്സ് എടുക്കത്തില്ല. കാരണം നമ്മളെ കസ്റ്റമേഴ്സും എല്ലാം അങ്ങനെയാണ്. ആ കാര്യത്തിൽ വളരെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ സാറ് 2 വർഷമായിട്ട് സജീവമായി ഈ നോൺ ഹലാൽ പ്രോഡക്ട്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ആളുകൾക്കിടയിൽ എന്താണ് സാർ, നല്ല രൂപത്തിൽ സ്വീകാര്യതയുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ഉപയോഗിച്ച ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ആരും പ്രോഡക്റ്റിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഞാനും ഉപയോഗിച്ചു. അതെ അതെ സാർ പറഞ്ഞോളൂ. അപ്പം ഇതിനകത്ത് ഒരു ചെറിയ കാര്യമുള്ളത്, ഈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പ്രൈസ് പോയിന്റ് അല്പം കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സോപ്പിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20-30% അതിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ അതിന്റെ ക്വാളിറ്റി 50-60% കൂടുതലായിരിക്കും. നമ്മൾ ഇതിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് ഒരു മൂവ്മെന്റ് ആണ്. ബിസിനസ് സക്സസ്ഫുൾ ആയാൽ അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ഫണ്ട്സ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദേശത്തിന്റെ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് വാങ്ങിക്കുന്ന ആരും ഒരു പ്രോഡക്റ്റ് അല്ല വാങ്ങിക്കുന്നത്, അവരൊരു കോസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാണ്. അപ്പോ സാർ ഇങ്ങനെ ഒരു നല്ല ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോ സാറിനോട് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റും ഓരോരുത്തർക്കും, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ബാംഗ്ലൂരിൽ ഒരാൾ ഡിസ്ട്രിബ്യൂട്ട് എടുത്തിട്ടുണ്ട്, പാലക്കാട് ഒരു ലേഡി ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സപ്പോർട്ടും ചെയ്യും അവരെ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഒരാൾ എടുക്കുന്ന